ആര്യ രാജേന്ദ്രൻ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. ആരുമറിയാതെ ആര്യ രാജേന്ദ്രൻ നിയമമണ്ഡലത്തിലെ പൊതുപരിപാടിയിൽ വെറും കാഴ്ചക്കാരി മാത്രം. സൈലന്റ് സൈഡ് ലൈനിങ്ങിൽ നിരാശയായി മുൻ മേയർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ കൊഴുക്കുമ്പോഴും ആര്യ മാത്രം CPM വല്ലാതെ മാറ്റി നിർത്തിയ മട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ ഒഴുകുന്നത്. ഒരു കാലത്ത് പാർട്ടിയുടെ സ്റ്റാറായിരുന്ന മുൻ മേയർ ആര്യയ്ക്കിപ്പോൾ വെറും ഒരു കാഴ്ചക്കാരിയുടെ റോൾ മാത്രമേ ഉള്ളൂ. ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ പാർട്ടിയുടെ റഡാറിന് പുറത്താണ്. ഭർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും സാന്നിധ്യമില്ലാത്തതു മുതൽ സ്വന്തം മണ്ഡലത്തിലെ പൊതുവേദികളിൽ കാണാതായ അവസ്ഥ വരെ കൂട്ടി വായിക്കുമ്പോൾ പാർട്ടി നേതൃത്വവുമായി ആര്യ ഏറെ അകലം പാലിക്കുന്നുവെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രധാന പൊതുപരിപാടികളിലും യോഗങ്ങളിലും വരെ ആര്യ രാജേന്ദ്രനെ പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനമാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം CPM നേതാവ് MA ബേബി പങ്കെടുത്ത പൂജപ്പുരയിലെ വലിയൊരു പരിപാടിയിൽ ആര്യ രാജേന്ദ്രൻ നേരത്തെ തന്നെ എത്തിയിരുന്നു. പക്ഷേ വേദിയിലോ മുൻനിരയിലോ ഒന്നും ആര്യയ്ക്ക് സീറ്റ് കൊടുത്തില്ല. സാധാരണ പ്രവർത്തകരുടെ കൂടെ ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആര്യയാണ് അവിടെ കണ്ടത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി. ഇത്തരം സംഭവങ്ങളെല്ലാം മുൻ മേയർ എന്ന നിലയിൽ ഉണ്ടായിരുന്ന ആര്യയുടെ പ്രാധാന്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്ന തോന്നൽ ശക്തമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആര്യയുടെ തലയിലേക്ക് തിരിഞ്ഞതോടെ പാർട്ടി അകലം പാലിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനു പുറമെ ഭർത്താവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാതിരുന്നതും പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ വലിയ ചർച്ചയായി. സ്വന്തം മണ്ഡലത്തിൽ പോലും പൊതുവേദികളിൽ ആര്യയ്ക്ക് സ്ഥാനമോ ക്ഷണമോ ലഭിക്കാത്തത് സൈഡ് ലൈനിങ് ആണെന്നുള്ള സംശയങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഒരു കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ പാർട്ടി വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച ആളായിരുന്നു ആര്യ എന്ന് ഓർക്കണം. ഭാവിയിൽ വലിയ നേതാവാകുമെന്നൊക്കെ കരുതിയെങ്കിലും ഇടക്കാലത്തുണ്ടായ വിവാദങ്ങളും ഭരണത്തിലെ പോരായ്മകളും ഒക്കെ തിരിച്ചടിയായി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്തതിന് പിന്നിൽ ആര്യയുടെ പെരുമാറ്റവും അഹങ്കാരവുമാണെന്ന രീതിയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ വിമർശനമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ആര്യയ്ക്ക് സീറ്റ് കിട്ടിയില്ല. നിയമസഭയിലേക്ക് പരിഗണിക്കാമെന്ന് പാർട്ടി ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും BJP അവിടെ ശക്തമായതോടെ ആ പ്ലാനും മാറി. ജില്ലാ കമ്മിറ്റി തലത്തിൽ ആര്യയുടെ പ്രവർത്തന ശൈലിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടയുമോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. ഇന്നലെ പെയ്ത മഴയത്ത് ഇന്ന് കുരുത്ത തകര പോലെയായി മാറിയോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. KSRTC ഡ്രൈവറായിരുന്ന യദു എന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ സ്വിഗ്ഗി ഓടിച്ച് ജീവിതം തള്ളി നീക്കുന്നതിന് കാരണം മുൻ മേയർ ആര്യയാണെന്നുള്ള ആക്ഷേപം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു. തിരുവനന്തപുരത്ത് CPMന്റെ ഭാവി തന്ത്രങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ഒരിക്കൽ മുഖച്ഛായയായിരുന്ന മുൻ മേയറെ തന്നെ അകറ്റി നിർത്തിയുള്ള നീക്കങ്ങൾ വെറും താൽക്കാലിക തന്ത്രമാണോ അതോ വലിയ രാഷ്ട്രീയ മെസ്സേജാണോ എന്നത് കാലം തെളിയിക്കും.